വയനാട്ടിനെ പറ്റി തന്നെ പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശനിയാഴ്ച വയനാട്ടിൽ അടിയന്തര അടിയന്തര സന്ദർശനം നടത്തി. ഈ അടിയന്തര സന്ദർശനം എന്ന് പറയാൻ കാര്യം, ദുരന്തമുണ്ടായത് ജൂലൈ 30-നാണ് രാത്രിയിൽ. ഇന്നിപ്പോൾ തീയതി എത്രയായി എന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വീട്ടിൽ കള്ളം കയറിയതിൻ്റെ 7-ാം പക്കം പോലീസ് വന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നൊരു ചൊല്ലാണ്. വീട്ടിൽ കള്ളം കയറിയതിൻ്റെ 7-ാം പക്കം പോലീസ് വന്നു. കള്ളൻ കള്ളൻ്റെ വഴിക്ക് പോയി, പോലീസ് പോലീസിൻ്റെ വഴിക്ക് പോയി. തൊണ്ടിയും കിട്ടില്ല, തൊണ്ടിയും പിടിച്ചില്ല, പോയത് പോയി എന്ന് പറയുന്ന പോലെ പ്രധാനമന്ത്രി ഇത്രയും വൈകി ഒരു അടിയന്തര സന്ദർശനം വയനാട്ടിൽ നടത്തിയിരിക്കുന്നു. നല്ലത്, വന്നല്ലോ, സമാധാന വാക്കുകൾ പറഞ്ഞല്ലോ, പ്രഖ്യാപനങ്ങളൊന്നുമില്ല, അത് പിന്നാലെ വരുമെന്ന് നമുക്ക് ഊഹിക്കാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരു വിമാനത്തിലാണ് വന്നത്. ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു. ഇവിടെ വന്നിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടെ ചേർന്ന് ഹെലികോപ്റ്ററിൽ അവർ ദുരന്തബാധിത മേഖലകളിൽ ആകാശ വീക്ഷണം നടത്തി. അത് കഴിഞ്ഞിട്ട് ചൂരൽമലയിൽ പോയി, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി, ബെയിലി ബ്രിഡ്ജിൽ കൂടെ നടന്നു നരേന്ദ്രമോദി. എന്നിട്ട് പറഞ്ഞ് വയനാട്ടിലെ ജനങ്ങൾ ദുഃഖിക്കേണ്ട, എല്ലാ സഹായവും കേന്ദ്രം നൽകും എന്നദ്ദേഹം പറഞ്ഞു. നല്ല കാര്യം, അമ്മവാകം. അതെപ്പോൾ ഉണ്ടാവും എന്ന് മാത്രമേ ഇനിയും ജനങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക്, വയനാട്ടിലെ ജനങ്ങൾക്ക് എപ്പോഴും ഇത് പ്രഖ്യാപിക്കുമെന്ന് കൂടി ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം ഈ മാധ്യമങ്ങൾ ചെയ്യേണ്ടുന്ന ചില മര്യാദകളും അതോടൊപ്പം മര്യാദക്കേടുകളും കൂടി പറയാം. ഈ ദുരന്തം ഉണ്ടായിടത്തുനിന്ന് ഒട്ടേറെ റിപ്പോർട്ടുകൾ ഈ മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരുന്നു. മാധ്യമങ്ങളുടെ ചിലതൊക്കെ വളരെ വസ്തുനിഷ്ഠവും വളരെ നല്ല രീതിയിലുമുള്ള റിപ്പോർട്ടുകൾ ചാനലുകളും പത്രങ്ങളും ഓൺലൈനും ഒക്കെ കൊടുത്തു. എന്നാൽ ചില റിപ്പോർട്ടുകളൊക്കെ വളരെ അതിഭാവുകത്വം കലർന്നതും അതിവൈകാരികതയും കൂട്ടിക്കലർത്തി ചെയ്ത റിപ്പോർട്ടുകൾ. സത്യം റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് മാധ്യമധർമ്മം. ഒരു സ്ഥലത്ത് പോയാൽ, യുദ്ധമായാലും ദുരന്തമായാലും പ്രകൃതി ദുരന്തമായാലും, സത്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, ഫാക്ട്സ്. അതിനപ്പുറത്ത് അതിൻ്റെ അകത്ത് വൈകാരികത കൊണ്ടുവരാതെ ഇരിക്കാൻ ശ്രമിക്കുക, അതുപോലെ അതിഭാവുകത്വം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങൾ പലപ്പോഴും പലയിടത്തും സംഭവിക്കുന്നു. വയനാട്ടിൽ സംഭവിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രക്ഷപ്പെട്ടു പോയ ഒരു മുത്തശ്ശിയെയും കൊച്ചുമോളെയും അവർ ചേർത്ത് പിടിച്ചിരിക്കുമ്പം ആന ചെന്ന് ആശ്വസിപ്പിച്ചു, ആന കരഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു റിപ്പോർട്ട്. വിഷ്വൽ സഹിതം ചാനലുകളും മറ്റ് മാധ്യമങ്ങളും ആഘോഷിച്ചു, ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ആനയുടെ കണ്ണീര്, ആന കണ്ണീരണിഞ്ഞു ഒരു മുത്തശ്ശിയും കൊച്ചുമോളും ഇരിക്കുന്നത് കണ്ടിട്ട്. ശാസ്ത്രീയ ബോധമില്ലാതെയുള്ള മാധ്യമ റിപ്പോർട്ടിങ് നമ്മൾ ഒഴിവാക്കണം. ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് സത്യം സത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. വൈകാരികത, അഡ്ജക്റ്റീവ്സ് ഒന്നും കൊണ്ടുവരാതെ റിപ്പോർട്ട് ചെയ്യുക. ഇതെന്താ സംഭവിച്ചത്? ആനയെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ആനയെക്കുറിച്ചിട്ട് ശാസ്ത്രീയ ചിന്തകൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. ആന കഥകൾ ഇഷ്ടംപോലെയുണ്ട്. കാരണം ആന നമ്മുടെ ഒരു കൗതുകമാണ്. ഓരോ മലയാളിക്കും ആനയെ ഇഷ്ടമാണ്. അപ്പം ആനയുടെ ശാസ്ത്രീയതയേക്കാൾ കൂടുതൽ, ആന ശാസ്ത്രത്തെക്കാൾ കൂടുതൽ ആന കഥകൾ ഉള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ ഏറ്റവും ഒടുവിലത്തെ അവാസ്തവമാണ്, കള്ളക്കഥയാണ് ആന കരഞ്ഞു എന്ന് പറയുന്നത്. കാരണം ആനയ്ക്ക് കരയാൻ കണ്ണീർ ഗ്രന്ഥികളില്ല, കണ്ണീർ ചാലുകളില്ല. ആനയ്ക്ക് കരയാൻ പറ്റില്ല. ആ ജീവിയുടെ പ്രത്യേകതകൾ, ഒത്തിരി പ്രത്യേകതകളുള്ളൊരു ജീവിയാണ് ആന. അതിന് കരയാനാവില്ല. അപ്പം ചോദിക്കുക, ഈ കണ്ണീന്ന് വരുന്ന ചില നീര്, അത് കണ്ണുനീരല്ല. ആനയുടെ ശാസ്ത്രീയ ശരീര പ്രകൃതി കൊണ്ട് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ആനയ്ക്ക് കരയാനാവില്ല. പക്ഷെ മാധ്യമ റിപ്പോർട്ട് ഈ മുത്തശ്ശിയെയും കൊച്ചുമോളെയും കണ്ടിട്ട് ആന കരഞ്ഞു, ആശ്വസിപ്പിച്ചു എന്തൊക്കെയാണ്. ഇനി അങ്ങനെ ആശ്വസിപ്പിക്കാൻ ആ മൃഗത്തിന് കഴിയുമെങ്കിൽ ഒരു വലിയ കഴിവായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? അപ്പോൾ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയിട്ട് ഈ സുജാത എന്ന് പറയുന്ന അമ്മൂമ്മ, പിന്നെ അവരുടെ കൊച്ചുമകൾ, ഇവരുടെ വീട്
ആളുകൾ പെട്ടെന്ന് പുറത്തെവിടെയായിരുന്നു, വീട്ടിലായിരുന്നു. പെട്ടെന്ന് ഈ വീടിനകത്ത് ചെളി നിറയുന്നു, കല്ല് നിറയുന്നു. ഇവർ പിന്നെ കഴുത്തോളം ചെളിയിലേക്ക് അമരുന്നു. ഈ സുജാത എന്ന് പറയുന്ന മുത്തശ്ശി അവർ എങ്ങനെയോ ഒക്കെ എവിടെയോ പിടിച്ച് കയറി രക്ഷപ്പെടുമ്പോൾ മോള് കരയുന്നു. മോളും ചെളിയിൽ നിൽക്കുകയാണ്. പിടിച്ച് കയറ്റി രക്ഷപ്പെടുത്തിയിട്ട് രണ്ടുപേരും കൂടെ മോളെയും ചേർത്ത് പിടിച്ചിട്ട്, കൊച്ചുകുട്ടിയല്ലേ ചേർത്ത് പിടിച്ചിട്ട് ഈ അമ്മൂമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഓടുകയാണ്. രാത്രി ഓടി ഓടി പിന്നെ കാപ്പിത്തോട്ടത്തിൽ ചെല്ലുന്ന അവിടെ നിന്ന് കയറി വനമേഖലയുടെ അടുത്തെത്തിയിട്ട് അവിടെ ഒരു സുരക്ഷിതമെന്ന് തോന്നിയൊരു സ്ഥലത്ത് അവരിങ്ങനെ കൊച്ചുമോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന വിഷ്വൽസ് ഇമേജുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അങ്ങനെയാണ് അവരോട് പോയി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. ഇനി എന്താ അടുത്ത് സംഭവിക്കുക? ഈ സമയത്ത് 3 കാട്ടാനകൾ അതിലെ വരികയാണ്. ഈ 3-ൽ ഒരു കാട്ടാന ഇവരുടെ അടുത്തുകൂടി പോയി. ഇവർ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആന നമ്മളോട് പിന്നെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ആക്രമിക്കണമെങ്കിൽ നമ്മൾ ആനയോട് എന്തെങ്കിലും രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു അലോസരപ്പെടുത്തലുണ്ടായാൽ മാത്രമേ ആന ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇവരവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു, കെട്ടിപ്പിടിച്ച് മഴയത്ത്. അപ്പോൾ ആന അതിലേ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകും. അപ്പോഴാണ് ഈ ആനയുടെ ഫോട്ടോ എടുത്ത് ഇനി അത് ഫേക്കാണോ റിയലാണോ എന്നൊക്കെ ഇനി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആന കരഞ്ഞു, ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വെച്ച് ആഘോഷിക്കുന്നത്. അതായത് ഒരു ദുരന്ത സ്ഥലത്തു നിന്ന് മൈലേജ് കിട്ടാൻ, പിന്നെ റേറ്റിംഗ് കിട്ടാൻ, ആഘോഷിക്കാൻ എന്ത് കിട്ടുമെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അപ്പോൾ വെച്ച് കാച്ചുകയാണ്, അങ്ങോട്ട് വെച്ചടിക്കുകയാണ്. ആന കരഞ്ഞു. മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾ പറയട്ടെ, ഒരു വാർത്ത ചെയ്യുമ്പം മിനിമം ഇൻഫർമേഷൻ, ഫാക്ട്സ് ചെക്കിങ്, വസ്തുതകൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഒരു വാർത്ത കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ 10-35 വർഷം ഈ പണി ചെയ്ത ഒരാളായതുകൊണ്ട് പറയുകയാണ്. പല വാർത്തകൾ വരും, അത് ക്രോസ് ചെക്ക് ചെയ്യണം. നമുക്കറിയില്ലെങ്കിൽ നമുക്കെല്ലാം നമ്മൾ സർവ്വജ്ഞാന കോശമൊന്നുമല്ല, നമ്മൾ സർവജ്ഞ പീഠമൊന്നും കയറിയിട്ടില്ല, ഒരു മാധ്യമ പ്രവർത്തകരും കയറിയിട്ടില്ല. പക്ഷേ അറിയാത്ത കാര്യങ്ങൾ നമ്മളൊരു റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ വരുമ്പോൾ, ഒരു ഡീറ്റെയിൽസ് വരുമ്പോൾ അതിൻ്റെ എക്സ്പേർട്സിനെ വിളിച്ച് ചോദിക്കാം. ഈ അതിഭാവുകത്വ വാർത്ത പടച്ചുവിട്ട ഈ ചാനല്, ആദ്യം ഒരു ചാനലിലാണ് വരുന്നത്, പിന്നെ മറ്റുള്ളവർ ഏറ്റെടുത്തു. അതിൻ്റെ ആ റിപ്പോർട്ടറെയാണ് ഞാൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ഹോംവർക്ക് ചെയ്യണം. ആന കരയുമോ ഇല്ലയോ എന്ന് പോലെ അറിയാതെ ഒരു റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആന കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അടിസ്ഥാനമാണ് ഇതിനുള്ളത്? ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് നമ്മൾ ആലോചിക്കുക. അത് വെച്ചടിച്ച് ആഘോഷിക്കുക. അപ്പം പിന്നെ ആനയുടെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം. ആന ഇത്രയും ദുരന്തം വയനാട്ടിലുണ്ടാകുന്ന ഉണ്ടായിട്ട് ഒരു ആനയുടെ ജഡം പോലും കിട്ടിയില്ലല്ലോ. എന്താ കിട്ടാത്തത്? ആനയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് മുൻകൂർ. അതായത് ദുരന്തം വരുന്നു, അതിന് പല ലക്ഷണങ്ങളിൽ നിന്ന് അത് അതിൻ്റെ ബുദ്ധി കൊണ്ടും അതിൻ്റെ ശരീരഭാഷ കൊണ്ട് അത് മനസ്സിലാക്കും. അതിൻ്റെ കഴിവ് കൊണ്ട് മനസ്സിലാക്കിയിട്ട് ആന ആ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു മാറും. അതുകൊണ്ടാണ് മേപ്പാടി ചൂരൽമല ദുരന്തത്തിനകത്ത് ഒരു ആനയുടെയും ജഡം കണ്ടെത്താൻ കഴിയാത്തത്. ഒഴുകി വന്ന ശരീരങ്ങളിൽ കൂട്ടത്തിൽ ഒരു ആനയുടെ ജഡം നമ്മൾ കണ്ടെത്തിയില്ലല്ലോ. അത് ആനയ്ക്കറിയാം അവിടുന്ന് മാറി നിൽക്കണം. അപ്പം അങ്ങനെ ആന മാറിപ്പോയ ഒരു സ്ഥലത്തേക്കാണ് ഭാഗ്യത്തിന് ഈ മുത്തശ്ശിയും ഈ കൊച്ചുമോളും കൊച്ചുകുട്ടിയും അവിടെ പോയിരിക്കുന്നു. ആന അതുവഴി ഒരു സേഫ് സോണിലേക്ക് കയറി ദുരന്തം വരുന്നത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആനയും രക്ഷപ്പെട്ടു, ഇവരും സുരക്ഷിത സ്ഥലത്തേക്ക് മാറിപ്പോയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിജയം. പിന്നെ ആനയ്ക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്, അത് മനസ്സിലാക്കണം. ആനയ്ക്ക് 30 മീറ്റർ അപ്പുറത്തേന് കാഴ്ചശക്തി ഇല്ല. അതായത് നമ്മളിപ്പോൾ ആനയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ 30 മീറ്ററിനകത്താണെങ്കിൽ ആനയ്ക്ക് നമ്മളെ കാണാൻ പറ്റും. നമ്മൾ ആനയോട് എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ആന നമ്മളെ ആക്രമിക്കാൻ വരും, അല്ലാതെ അതുവഴി അങ്ങ് പോകും. 30 മീറ്റർ കഴിഞ്ഞ് ആനയ്ക്ക് അവ്യക്തമായ കാഴ്ചയുള്ളൂ. നിഴൽ പോലെ ഓരോ പിന്നെ ഇമേജുകൾ കാണും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആനയ്ക്ക് ഭയങ്കര കേൾവിശക്തിയുണ്ട്, ആനയ്ക്ക് ഭയങ്കര മണക്കാനുള്ള ശക്തിയുണ്ട്, ഘ്രാണശക്തി വളരെ അപാരമാണ്. എയർ ഡിസ്റ്റൻസിൽ, ആകാശദൂരത്തിൽ 10 കിലോമീറ്റർ അകലെ നിൽക്കുന്ന പ്ലാവിലെ ചക്കയുടെ മണം ആനയ്ക്ക് പിടിക്കാൻ പറ്റും, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൃഷിഭൂമിയിൽ പ്ലാവിൽ ചക്ക ഉണ്ടാകുന്ന സമയത്ത് ചക്ക വഴുക്കുമ്പം ആന അവിടെ തേടി വരുന്നത്? വനത്തിൽ നിന്ന് 10 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ആ മണം ആനയ്ക്ക് കിട്ടും. അപ്പം ആനയ്ക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്, അറിയാവില്ല. അപ്പം ചക്ക തേടി ആന പ്ലാവിൻ്റെ ചുവട്ടിലെത്തും. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ജൂലൈ 30 നടന്ന ഈ സംഭവത്തിന്റെ പേരിൽ ഈ അമ്മയും ഈ മുത്തശ്ശിയും ഈ കൊച്ചുമോളും കൂടെ പോയി രക്ഷപ്പെട്ടതിന്റെ കഥ ഇങ്ങനെ അതിഭാവുകത്വത്തിൽ ചാലിച്ചിട്ട് അതിവൈകാരികമാക്കിയിട്ട് ഇത്തരം മാധ്യമ റിപ്പോർട്ടിങ് നമ്മൾ അവസാനിപ്പിക്കണം. ഇത് തികഞ്ഞ അസംബന്ധമാണ്. അതിഭാവുകത്വം മാത്രമല്ല, അതിവൈകാരികത മാത്രമല്ല, ഒരു ദുരന്ത ഭൂമിയിൽ കാണിക്കുന്ന അസംബന്ധം കൂടിയാണ് ഇത്തരം റിപ്പോർട്ടുകൾ. അത് നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ അത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനാണ്.